അമ്മ ഇവിടെ ചെയ്യുന്നത് മനുഷ്യസേവനം എന്ന മറവിൽ മതപരിവർത്തനമാണ്. ഇവിടെ കൊണ്ടുവരുന്ന എല്ലാവരെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച് ക്രിസ്ത്യാനികളാക്കിയിട്ടാണ് ഇവർ ശവസംസ്കാരത്തിന് പറഞ്ഞയക്കുന്നത്. ഇത് ക്രൈസ്തവധാരയ്ക്ക് ആൾബലം കൂട്ടുന്നതിന് വേണ്ടി നടത്തുന്ന അതിനിഗൂഢമായ ഒരു അജണ്ടയുടെ നിവർത്തനമാണ് എന്ന ആക്ഷേപം പോലീസ് അധികൃതരുടെ മുമ്പിൽ എത്തുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ ആ നഗരത്തിലെ കമ്മീഷണർ അവിടെ വരികയും കൂടി നിന്ന ആളുകളുടെ പരാതികൾ മുഴുവൻ കേട്ട ശേഷം നിങ്ങൾ പറയുന്നതിൽ തരുമ്പെങ്കിലും സത്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ഞാനത് അകത്തി എന്ന് കണ്ട് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ നിമിഷം ഈ നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് ഈ കന്യാസ്ത്രീയും ഇവരോടൊപ്പമുള്ള സ്ത്രീകളെ ഞാൻ ആട്ടിപ്പായിച്ചു കൊള്ളാം. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ മതപരിവർത്തനം അവർ ചെയ്യുന്നില്ല. കുറെ രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെക്കാൻ പറയാൻ പറ്റില്ല. നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ആരെങ്കിലും സഹായിക്കുന്നതിന്. പക്ഷെ എന്തിനാണ് ഒരു വിദേശ വനിത, ഒരു കന്യാസ്ത്രീ വന്ന് നമ്മുടെ ഈ ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ ഒരു ആലയം നടത്തുന്നത്? അവരെ പറഞ്ഞുവിടാം, അവരോടൊപ്പമുള്ള സന്യാസിനികളെയും പറഞ്ഞുവിടാം. പക്ഷേ അവിടെ കിടക്കുന്ന രോഗികളൊന്നും ക്രിസ്ത്യാനികളല്ല. 99% ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ്. അവരെ ശുശ്രൂഷ അറിയിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകൂ, നിങ്ങളുടെ സഹോദരിമാരെ, ഭാര്യമാരെ, അമ്മമാരെ ഇവിടേക്ക് കൊണ്ടുവരൂ. ഇവരുടെ മലമൂത്ര വിസർജനങ്ങളും ഛർദ്ദിലുകളും തുടച്ചു മാറ്റി ഇവരെ ശുശ്രൂഷിക്കുന്ന കർമ്മം അവർ ഏത് നിമിഷം പരമേൽക്കുന്നു ആ നിമിഷം ഞാൻ ഇവരെ പറഞ്ഞുവിടാം. ഉത്തരം പറയാനാവാതെ തലതാഴ്ത്തി അവർ പിൻവാങ്ങിയത്രേ. അവർ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം അവർക്ക് ശേഷവും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രം അതിന്റെ മനസ്സാക്ഷിയോടുകൂടി നോക്കിക്കാണുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഏതർത്ഥത്തിലുള്ള സത്യം, ഏതർത്ഥത്തിലുള്ള മതം? അവർ തന്നെ അന്ന് ആ പോലീസ് കമ്മീഷണറോട് പറഞ്ഞ അതേ മതം, സ്നേഹത്തിന്റെ മതം, ദൈവത്തിന്റെ ദയാവായ്പിന്റെ മതം. ആ മതത്തിന്റെ വർത്തമാന കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹത്തിന്റെ തേജസ്വരൂപമാണ്.